നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ആഞ്ഞടിക്കുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പോലീസിനും രാഹുൽ എവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാം. പുകമറ സൃഷ്ടിച്ച വിഷയം 1-2 ദിവസം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. രാഹുലിനെതിരെ മുൻപ് കോൺഗ്രസിന് പരാതി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം എവിടെയാണെന്ന് അറിയാവുന്ന ഏക ആൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിനും അറിയാം. പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമം നടക്കുകയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. രാഹുലിന്റെ ഗോഡ്ഫാദർ താങ്കളാണോ എന്ന ചോദ്യത്തിന് അയ്യോ ഞാനല്ല, എന്നെ അങ്ങ് വിട്ടേക്കുമെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇനിയും ജയിലിലേക്ക് പോകാൻ ധാരാളം ആളുകളുണ്ടെന്നും അവരും ഉടൻ ജയിലിലേക്ക് പോകുമെന്നും കരുതുന്നില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാതിരിക്കാൻ നീക്കം നടക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. K. ജയകുമാറിനെ പുതിയ ചുമതല ഏൽപ്പിച്ചത് സർക്കാരാണെന്നും അത് ശരിയോ തെറ്റോ എന്ന് കോടതി പരിശോധിക്കട്ടെ എന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് പോലീസിന്റെ തിരക്കഥയാണെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അവിൻ വർക്കിയും പ്രതികരിച്ചു. രാഹുലിനെതിരായ നടപടി രാജ്യത്ത് ഒരു പാർട്ടി എടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണ്. എന്നാൽ നിരവധി ആരോപണവും പരാതികൾ ഉണ്ടായിട്ടും വീണ്ടും ചിലരെ മത്സരിപ്പിക്കുവാനാണ് CPM തീരുമാനിച്ചതെന്നും അവിൻ വർക്കി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് കൃത്യമായ നടപടി സ്വീകരിച്ചെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായിട്ടും പത്മകുമാറിനെതിരെ നടപടിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി മാതൃകാപരമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. പരാതി കിട്ടും വരെ സൈബർ ഇടങ്ങളിൽ രാഹുലിനെ ലീഗ് പ്രവർത്തകർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാനാകില്ല. PV അൻവറിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. സമസ്തയിൽ ഭിന്നതയില്ലെന്നും UDFന്റെ വിജയ സാധ്യതകളെ ബാധിക്കില്ലെന്നും സലാം പ്രതികരിച്ചു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യം തള്ളിയ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പിഴവുണ്ടെന്നും പരാതിക്കാരിക്കെതിരായ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ട്. തനിക്കെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്ന് രാഹുൽ ഹർജിയിൽ വ്യക്തമാക്കി. യുവതി നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതി നൽകിയത്. ബന്ധപ്പെട്ട സംവിധാനത്തിനല്ല മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകുവാനും സഹകരിക്കാനും തയ്യാറാണ്. താൻ നിരപരാധിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ബലാത്സംഗത്തിന് തെളിവില്ലെങ്കിലും ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് നിരീക്ഷിച്ചാണ് കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തേക്കുമെന്നും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S. നസീറ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതായി ഉത്തരവിലുണ്ട്. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ FIR പ്രോസിക്യൂഷൻ ഹാജരാക്കിയതും കോടതി പരിശോധിച്ചു.